നമുക്ക് നമുക്ക് എപ്പോഴും ഒരു ജനനേതാവ് എന്ന് പറയുമ്പോൾ ഒരു ദന്തഗോപുരത്തിൽ ഇരിക്കുന്ന ഒരാളെ നമുക്ക് അങ്ങനെ ഇപ്പൊ സങ്കല്പിക്കാൻ പറ്റാവുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നേരിട്ട് സമീപിക്കാൻ പറ്റിയ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. ഒരുപാട് സ്ത്രീകളുടെ ഒരു ഇഷ്ടം അതാണ്. മാത്രമല്ല, സുരേഷ് ഗോപിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് ഒരു അഴിമതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ തന്നെ ഫണ്ട് എടുത്തിട്ടാണ് ഇങ്ങനെ പൊതുപ്രവർത്തനങ്ങൾ ചെയ്യണത്. അതുകൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മനസ്സറിഞ്ഞ് അത് അങ്ങനെ ചൂസ് ചെയ്ത് തന്നെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സഹോദരനെ പോലെയോ ഒരു അച്ഛനെ പോലെയോ ഒരു ഏട്ടനെ പോലെയൊക്കെ തോന്നുന്ന ഒരു ഫിഗറായിട്ട് ഇപ്പൊ നമുക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു പരിചിത മുഖവും അദ്ദേഹത്തിന്റെ സൗമനസ്യം നിറഞ്ഞിട്ടുള്ള പെരുമാറ്റവും മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി രാധിക, അവരും ഇദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നതിനൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവര് വെളിച്ചത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ചില സിനിമാ നടന്മാർ തന്നെ അതിനെക്കുറിച്ച്